ലാലേട്ടൻ പാവമാണ്. ലാലേട്ടന് സംസാരിക്കാൻ അറിയില്ല. ലാലേട്ടൻ ഇടയ്ക്കൊക്കെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടി കള്ളനാണ്. മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ലാലേട്ടൻ എല്ലാവരുടെ മുന്നിൽ വന്നു, മീഡിയ ഫേസ് ചെയ്തു. മമ്മൂട്ടി അങ്ങനെയല്ല. മമ്മൂട്ടി വളരെ ബ്രില്യൻ്റായിട്ടാണ് അത് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് മമ്മൂട്ടി പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ബ്രില്യൻ്റാണ്. ലാലേട്ടൻ ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ മീഡിയയുടെ ആൻസേഴ്സ് ഒന്നും കറക്റ്റായിട്ട് ചെയ്തില്ല. ലാലേട്ടൻ പറഞ്ഞത് ആരും അറിയണ്ടെന്നാ, ആരും അറിയിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറഞ്ഞോ. അത് തെറ്റായിപ്പോയി. ലാലേട്ടൻ പറയാൻ പാടില്ലായിരുന്നു. ലാലേട്ടൻ ഈ സംഭവത്തിൽ മമ്മൂട്ടി ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? മമ്മൂട്ടിയായിരുന്നു ആദ്യം പറയേണ്ടതാ. മമ്മൂട്ടിയാണ് സീനിയറാ. പക്ഷേ പറയാതെ മിണ്ടായിരുന്നു. ലാലേട്ടനെ കൊണ്ട് പറയിച്ചോ. ഇതൊക്കെ പ്ലാനിങ് ആണ്. മട്ടാഞ്ചേരി മാഫിയൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടി ഭയങ്കര ബ്രില്യൻ്റായിട്ടാണ് ഇത് ചെയ്തത്. ആദ്യം ലാലേട്ടൻ പറയുമ്പോൾ മമ്മൂട്ടി മിണ്ടായിരുന്നു. അവസാനം ലാലേട്ടൻ പോയി മീഡിയ കണ്ടിട്ടോ എല്ലാം പ്രശ്നമായപ്പോൾ ഒന്നും അറിയാത്ത പോലെ സൈഡിൽ അടുത്ത ദിവസം വന്നിട്ട് എന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ. ഇനി അയാളൊന്നും പറയില്ല. ലാലേട്ടൻ പാവമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനഃപൂർവ്വം എല്ലാവരും ലാലേട്ടൻ ചതിക്കുകയാണ്. ലാലേട്ടൻ്റെ കൂടെ നിന്ന് മമ്മൂട്ടി ചതിച്ചോ, സിദ്ദിഖ് ചതിച്ചോ, മുകേഷ് ചതിച്ചോ, അങ്ങനെ എല്ലാവരും ചതിക്കുകയാണ്. ലാലേട്ടൻ വെസ്റ്റേൺ ആക്ടറാണ്, ബോൺ ആക്ടറാണ്. അതുകൊണ്ട് ഡയലോഗ്സ് ഒന്നും ഓർമ്മ കാണില്ല. പഠിപ്പിച്ചിട്ട് വിട്ടതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടനൊന്നും ഓർമ്മയില്ല. ലാലേട്ടൻ ജെന്യൂനാണ്. മമ്മൂട്ടി ജെന്യൂൻ അല്ല. മമ്മൂട്ടി എല്ലാം വളരെ കണക്കൂട്ടിലോടുകൂടി ചെയ്യുന്ന ആളാണ്. പ്രീ പ്ലാൻഡ് ആണ്. സിനിമകളാണെങ്കിലും ഇപ്പം നല്ല സ്ക്രിപ്റ്റിലാണ് സെലക്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലതാണ്. പിന്നെ എനിക്ക് ഇന്നലെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ ലാലേട്ടൻ്റെ കോട്ട് ഇഷ്ടമായി. നല്ല കോസ്റ്റ്യൂംസ് ആയിരുന്നു. മേക്കപ്പ് നല്ലതായിരുന്നു. പുതിയ വിഗ്ഗാണെന്ന് തോന്നുന്നു. നല്ല വിഗ്ഗായിരുന്നു. എന്താണെങ്കിലും ഇനി പൃഥ്വിരാജും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ. പൃഥ്വിരാജ് ആയിരിക്കും അടുത്ത അമ്മയുടെ പ്രസിഡൻറ്റാ. പിന്നെ ചേത്താൻ എന്തൊക്കെയോ പറഞ്ഞു. ചേത്താൻ പറഞ്ഞത് ശരിയല്ല. ചേത്താൻ ലാലേട്ടൻ എപ്പോഴും കളിയാക്കുവാണ്.